ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഗാർഡനിലെ വോളിൽ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് ചെയ്ത ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു 2 വർഷത്തോളമായി. ഇതിൻ്റെ ഇപ്പം പൊക്കത്ത് ഇങ്ങനെ പാത്തിയിൽ അങ്ങ് ചെടി നട്ടേക്കണ കാരണം അതിൽ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇതിലേക്ക് ഇങ്ങനെ വീണ് വീണ് എല്ലാം പൊളിഞ്ഞു പോയിട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത് പെയിൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അലേറിയ പ്ലാന്റാണ് പറ്റിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അലേറിയ പ്ലാന്റിൻ്റെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ലീഫി പ്ലാന്റാണ് അലേറിയ പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലായാലും ഹാങ് ചെയ്തായാലും താഴെ മണ്ണിൽ നട്ട് നമുക്ക് പോട്ടിലല്ലാണ്ട് മണ്ണിൽ വരെ നട്ട് നല്ല ഭംഗിയായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. വലിയ കെയറിങ്ങിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല. നമുക്ക് മഴയത്തായാലും വെയിലത്തായാലും ഒക്കെ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഷെയ്ഡ് പ്ലാന്റ് ഒന്നും അല്ല. അപ്പോൾ ഞാനിതിപ്പോൾ വെച്ചേക്കണത് ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട് പോർഷനിൽ തന്നെ മുകളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് വരെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഡയറക്റ്റ് കിട്ടണമെന്നൊന്നും ഈ പ്ലാന്റിന് അങ്ങനെ ഇല്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്തിയിലായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഞാൻ കുറേ ഇങ്ങനെ സ്റ്റെംസ് ഒടിച്ച് ഇതിൽ കുത്തി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു തണ്ട് പോലും ചീഞ്ഞു പോയില്ല കേട്ടോ, നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞാനിതിൽ വരുന്ന ആ മഞ്ഞ കളറിൽ വന്ന ലീവ്സൊക്കെ ഞാനിങ്ങനെ എടുത്ത് കളയും. ഇപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ചാണാപ്പൊടി മാത്രമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഈ തണ്ട് ഒടിച്ചെടുത്ത് നമ്മൊരു പോട്ടിലേക്ക് നടണമെങ്കിൽ, വലിയ പോട്ടാണെങ്കിൽ അതിൽ മൊത്തത്തിൽ നമ്മൾ നടണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഒരു 10 നട്ടാലും ഒരു 6 പിടിച്ച് കിട്ടത്തുള്ളൂ. കൂടുതലും ചെറുതായിട്ടൊരു ഫംഗസ് വന്നാൽ മതി, അത് അതിൻ്റെ തണ്ടങ്ങട് ചീഞ്ഞു പോകും കേട്ടോ. ഇതെൻ്റെ ഇപ്പോൾ എല്ലാ തണ്ടുകളും എൻ്റെ പിടിച്ചിട്ടുണ്ട്. നമ്മളിത് നടണ ടൈമിൽ നമുക്ക് അധികം വളങ്ങളൊന്നും ആ മണ്ണിലിട്ട് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫംഗൽ കയറി പിടിക്കും. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളതും നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. വേര് പിടിക്കണ വരെ മാത്രം ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പോട്ടിൽ നടണമെങ്കിൽ അതിൻ്റെ ആ താഴെയുള്ള ഹോൾസ് ഓപ്പൺ ആണോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്കിതിന് കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണാപ്പൊടി കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചക്കറിയുടെ കമ്പോസ്റ്റ്, ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന അലേറിയ പ്ലാന്റ് വർഷങ്ങളായിട്ട് ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ ഇരിക്കണേണ്. ചെറിയൊരു ബോൺസായി പോലെ ആയത് കണ്ടോ. അതിൻ്റെ ആ സ്റ്റെംസൊക്കെ നല്ലതുപോലെ വണ്ണം വെച്ച് നല്ല വളഞ്ഞ് വരണേണ് കേട്ടോ. ശരിക്കും നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താൽ ബുഷ് പോലെ നിന്നാൽ ഞാനങ്ങനെ ചെയ്തില്ല, ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഇതിൻ്റെ സ്റ്റെംസ് എങ്ങനെയായാലും ഞാൻ ഏതെങ്കിലും പോട്ടിലൊക്കെ കുത്തി ഇങ്ങനെ പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് വേറെ വേറെ പോട്ടിലേക്ക് മാറ്റി പിടിപ്പിക്കും. ഇതൊക്കെ നല്ലതുപോലെ പിടിച്ചേക്കണേണ്. പിന്നെ ഇതിന് എപ്പോഴും നമ്മൾ ഇതിൻ്റെ ലീവ്സിലൊക്കെ എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ തണ്ട് ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പിടിപ്പിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു പോട്ടിൽ നടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേ സ്റ്റെംസ് ഒരുമിച്ച് കുത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടുവേ. പിന്നെ നമ്മൾ ഇത് പൊക്കം വെച്ചൊക്കെ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകണമെങ്കിൽ അങ്ങോട്ട് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് നല്ല ബോൾ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാനൊരു കുപ്പിയിൽ ഇതുപോലെ ഈ ബോട്ടിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ട് നട്ടതാണ്. നല്ല ഭംഗിയായിട്ട് മൊത്തം അങ്ങനെ ചുറ്റിനും പിടിച്ച് നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കണേന് കുറേ ലീവ്സൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ പോട്ടിൽ നടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊക്കെ ഇതായി വരുമല്ലോ. ആദ്യമൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. കുറേയൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. പല രീതിയിൽ ഞാനിങ്ങനെ ചെടികൾ നട്ട് നോക്കാറുണ്ട് കേട്ടോ. ഈ കാണുന്ന അലേറിയ ഗ്രീൻ കളറിലെ ലീവ്സോട് കൂടിയ ഒരു അലേറിയ കേളി ആയിട്ട് നിൽക്കും. അതിൻ്റെ ആ ലീവ്സ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചുരുണ്ട രീതിയിലാണ്. നല്ല ഭംഗിയുള്ള ഒരു അലേറിയ പ്ലാന്റാണ്. ശരിക്കും പറഞ്ഞത് ഞാൻ പോട്ടിലാണ് നട്ടേക്കണത്. നമ്മൾ താഴെ നടണമെങ്കിൽ ഒരു മരം പോലെ വലുതായി വരണ ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ കാണുന്ന അലേറിയ. അതിന് 2-3-4 തരത്തിലുള്ള വെറൈറ്റി അലേറിയാസൊക്കെ നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് കണ്ടാൽ നടണേ. താങ്ക് യു.